എന്റെ ചേച്ചി അളിയനും കൊച്ചു ഫാമിലി ആയിട്ട് വരട്ടെ. കൊച്ചിന്റെ പാലെടുത്ത് കുടിക്കണ. നിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ സാധനം കൊണ്ടുവന്നിട്ട് പിന്നെ മമ്മയെന്ന് തൊട്ട് നല്ല ബീഫ് ഫ്രൈയും നാരങ്ങച്ചാറും. എല്ലാ കാര്യത്തിനും ഇങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന സ്വഭാവം നിനക്ക് വിടാറായില്ലടാ പട്ടി. അല്ല എനിക്ക് മാത്രമുള്ള ഫുഡ്. അപ്പൊ നിങ്ങളോ ആവശ്യത്തിന് കുടിച്ചാ മതി. ഇവിടെ ഞാനും കൊച്ചു ഒറ്റക്കാണ്. നല്ല ഇളം നാരങ്ങച്ചാർ അടിപൊളി. എനിക്കവളിപ്പൊ കേട്ടോ. നേരം വെളുത്തിട്ട് പോരെ ചോയ്മോനെ. ഞാൻ പറഞ്ഞതാണ് പറ്റാവരുതെന്ന്. ഇവളെന്ത് ഇതിക്കോടെ നടക്കണേ? ഇവളല്ലേ ഇപ്പൊ അവിടെ ഇരിക്കണേ? നല്ല അച്ചാറല്ലേ മോനെ? അടിപൊളി. ഇവളല്ലേ ഇവിടെ കൊച്ചെടുത്തോണ്ടിരുന്ന ഇപ്പൊ ഇവിടെ ഇരിക്കണേ? ഇവളെന്ത് ഓടി കളിക്കണ? ചേച്ചി എന്തോ ഉറങ്ങാത്ത? ഞാൻ പോവാ. നോക്കോ. അപ്പൊ ജോയ്മോനെ, ആദ്യമായിട്ട് സ്വന്തം പേരിൽ വാങ്ങിയ വീട്ടിൽ ആദ്യത്തെ രാത്രി ഇവിടെ തുടങ്ങും. ചേച്ചി ഈ അപ്പൻഡിക്സ് കേട്ടണ്ട? വീട് ഞങ്ങള് വാങ്ങിന്ന് കരുതി ശമ്പളം കുറഞ്ഞ സെറ്റപ്പിന് നീ പോണ്ട. ബിബിന്റെ കൂടെ ബിസിനസിനെ ആയിരുന്നോ? പിന്നെ നിനക്ക് കിട്ടുന്നുണ്ടോ നശിപ്പിക്കാതിരുന്നാ മതി. എന്റെ പൊന്നു ചെയ്യാതെ അപ്പൻഡിക്സ് അപ്പൻഡിക്സ് ഇത് അപ്പൻഡിക്സ്. ഈ കുടലൊക്കെ കുറെ ഷൂനാപ്പില്ലേ അതാണ്. ഈ അച്ചാറിന് കഴിച്ചാല് അപ്പൻഡിക്സ് ഒരു അപ്പൻഡിക്സ്. ആരഴിച്ച്? ഞാനത് തൊട്ടിട്ട് പോലുമില്ല. ഇന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യാന്ന് ചെന്ന് നോക്കുമ്പോ കുപ്പി മാത്രമുണ്ട്. അപ്പൊ ചേച്ചി ഇന്നലെ കഴിച്ചതാ? ഞാൻ കണ്ടാണല്ലോ. അല്ലെങ്കിലേ ബോധമില്ലാത്ത നീ കള്ളുകൂടി കുടിച്ച എന്ത് ബോധം ഉണ്ടാവാനാ? ഞാൻ ഇന്നലെ കൊച്ചിൻ്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് ഇപ്പോഴാണ് എണീക്കുന്നത്. നിനക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. തന്നെ അതെ. അളിയനെ എണീറ്റാ? ഇല്ല. കാണിച്ചാട്ടാ. എടോ അളിയോ അളിയോ തെണ്ടിളിയാ. താനേ ഇതിലെന്തും മാങ്ങാത്തോണിക്ക് അടിച്ചതിൽ കലക്കി തന്നേ. എന്താ ജോയ്മൻ, എന്താ നിന്റെ പ്രശ്നം? അതെ ചേച്ചി ഞാൻ 2 കോപ്പി വെച്ചേണ്ട. 2 കോപ്പി. എടാ എവിടെന്നെങ്കിലും ഊസിന് കിട്ടുന്ന മാട്ട സാധനം ഒളിച്ചടിച്ചിട നിനക്ക് വിസ്കി മേടിച്ചതിന്റെ എന്റെ തെറ്റ്. അപ്പൊ നിനക്ക് ചേച്ചി 2 ആയിട്ട് ചിലപ്പോ നിന്റെ തന്നെ നിനക്ക് 4 ആയിട്ട് തോന്നും. അപ്പൊ താൻ തന്നെയല്ലേ ഇന്നലെ നാരങ്ങച്ചാറ് മൊത്തം തീർത്തത്? അത് തൊട്ടാക്കി കുറച്ച് വേണ്ടി ഞാനവിടെ കിടന്നാളോ. പിന്നെ ഇടക്ക് മുള്ളാറ്റപ്പോഴേക്കും ഞാനിവിടെ വന്ന് കിടന്നു. എന്നാൽ തീർന്നുണ്ട്. ആ വലിയ കുപ്പി ആ വില ചോടുത്ത് കഴിക്കുന്ന ഞാൻ കണ്ടാണല്ലോ. അത് മുഴുവൻ കഴിച്ചു. അത് നിങ്ങളെ മാങ്ങാത്തൊലിത്ത് നേരം ഞാൻ പറഞ്ഞിട്ടാ ചേച്ചി കഴിച്ചിട്ടില്ലെന്ന്. എന്ത്? ചിലപ്പോഴേ ഓസിന്റെ സാധനം ഇങ്ങനെ മാട്ടം അടിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ തോന്നുമായിരിക്കും. എടാ കോപ്പ, ഞാനാണ് കുപ്പിയൊന്നും കാണാൻ നടക്കുന്നവനല്ല. അല്ല അതിന് മാത്രം ഫിറ്റായിട്ടുണ്ടാവില്ല. എന്തായാലും അച്ചാറ് ആവിയായിട്ടുണ്ട്. ഇനി നമ്മളറിയാണ്ട് ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോ അവളുടെ അടുത്ത് കഴിച്ചിട്ട് കള്ളം പറയണോ? കഴിച്ചിട്ടില്ല. ഏയ് ചേച്ചി ആവാൻ വഴിയില്ല. കല്യാണത്തിന് മുന്നേ ഞാൻ ചിലപ്പോൾ സംശയിച്ചേനെ. പക്ഷെ ഇപ്പൊ ചേച്ചി കുടിക്കൂല, അതെനിക്ക് ഉറപ്പാ. എനിക്ക് എന്നാലേ നമുക്കിനി കുടിക്കണ്ട. കള്ളിൻ്റെ ട്രിപ്പാണോന്ന് അറിയാലേ. കേൾക്കോട്ടാ. കൊണ്ടില്ലേ നിക്കവിടെ.
ആന ആന എന്താ വെച്ചേ? അയ്യോ ഷൂ എന്തത്? എന്താ 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 എന്തത്? ഇയാളെ തല്ലി കൊല്ലണം ജോയ്മോനെ. എന്തിന് ഇതൊക്കെ ഇപ്പഴാണ് തോന്നണേ? ഞാൻ ചോദിച്ചതല്ലേ തെറ്റ്. ഒരു തോന്നൽ ചോദിച്ചതേ എനിക്കറിയില്ല ചരിത്രം. അയാളുടെ ഒരു തോന്നല് എന്താണെന്നേ? എടാ ഇങ്ങനെ ചോദിക്കുവാണേ, നമ്മുടെ ഡാഡിക്ക് പണ്ട് വല്ല അവിഹിതം ഉണ്ടായോന്ന്? എന്റെ അറിവിലില്ല. എടാ ചോദിമോനെ, ഞാനെന്ത് ഉദ്ദേശിച്ചെന്നറിയോ? ഇവളുടെ സൈഡിലുള്ള പെങ്കുച്ച് പേരുണ്ടോന്ന് അറിയാം. ദാറ്റ് മീൻസ് സം ഇല്ലീഗൽ കണക്ഷൻസ് എനിവേ നിന്റെ ഡാഡിനുണ്ടോന്ന്. അതായത് നമ്മൾ ഇന്നലെ രാത്രി കണ്ട പെങ്കുച്ചി അതെങ്ങാനാണോന്ന് പറയാൻ. അതായത് സ്വന്തം അപ്പന് അഭിയത്തില് വേറെ പെൺകൊച്ചുണ്ടോന്ന് അതല്ലേ? യെസ് എക്സാക്ട്ലി. ചേച്ചി കുറച്ചുകൂടെ മുഴുത്തല്ല വടിയുണ്ടോ നോക്കും. അപ്പനെനിക്ക് പ്രാന്താണല്ലേ? പ്രാന്താണല്ലേ? പിച്ചകന് കൊച്ചുണ്ട്, എന്നിട്ട് രണ്ടിന് കുട്ടികൾ പറഞ്ഞിട്ടില്ല. എന്നാലും അച്ചാറ് കഴിച്ചത് ആരായിരിക്കൂലേ? കണ്ടുപിടിക്കാം നമുക്ക്. ബാ നോക്ക് ആയിക്കോട്ടെ. കിട്ടുള്ളല്ലോ ഒരു കിട്ടുന്ന എന്താളിയാ റേഞ്ച് കിട്ടിയാ? ഇല്ല, നീ ഇവിടെ നിന്ന് കുനിഞ്ഞിക്കാൻ തോളേക്കാറ് കിട്ടുമോ നോക്കാം. എന്തിനാ? അളിയന് ഈരായിട്ട് കുറച്ച് ഒറ്റ വർത്താനം കൂടുതലിട്ടാ. നിന്നോട് ആരെങ്കിലും മര്യാദക്ക് സംസാരിക്കൂടാ ജോലി. ആകെ പോട്ടെ, കവറിലെന്താ കുപ്പിയാണോ? കുപ്പി തന്നെയാ, പക്ഷെ കൊച്ചിനോട് നിപ്പിളുപ്പിയാന്നുള്ളൂ. അളിയനിപ്പിച്ചിലെ കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു. വേറെ പിന്നെ ഒരു അച്ചാറുണ്ട്, പിന്നെ കുറച്ച് മരുന്നുണ്ട്. മരുന്നാ? മരുന്നൊക്കെ ജോ മേടിച്ചിട്ടുണ്ട്. ഇതല്ല, ഇത് വേറെയാണ്. അല്ല, ഒരു ഫുൾ ബോട്ടിൽ നിങ്ങൾ അകത്താക്കി എങ്ങനെയാണല്ലോ അച്ചാറിന്റെ. അപ്പൊ വയറൊന്നും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഓ എന്തൊരു കരുതലാടാ. അല്ലെങ്കിൽ അളിയന്റെ കാശ് ചെലവാക്കുമ്പോ എനിക്ക് കുറച്ച് കരുതൽ കൂടുതലാകാൻ അറിയാലോ അളിയന്. സ്വന്തമായിട്ട് കാശുണ്ടാക്കി തുടങ്ങിയിട്ട് നക്കി സ്വഭാവം നിനക്ക് നിർത്താറായില്ലടാ നാറിയളിയാ. അതിലെനിക്കൊന്നും പറയാനില്ല. അല്ല അച്ചാറെന്തിനാ മേടിച്ചത്? അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നു. അത് പറ്റൂല, കാരണേ എന്റെ തലയ്ക്ക് ഓളൊന്നുമില്ല. ഇത്ര നാൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആദ്യമായിട്ടാണ്. അപ്പൊ രാത്രി അളിയനോ ചേച്ചിയോ വന്നിട്ട് ഇത് കഴിച്ചതാണോ എന്ന് പരിശോധിക്കാൻ എനിക്കൊരു ഇത് അല്ലാതെ കള്ളും മൂത്തുകിളി പോയപ്പോ നീ എടുത്താക്കത്താക്കിയതല്ല. അല്ല അല്ലേ? അല്ല. എന്നാ ശരിയുടെ അളിയാ, നടക്കട്ടെ, നീ കണ്ടുപിടിക്കും. റേഞ്ച് നോക്കി നടന്നോണ്ട് എന്തിക്കോട്ടെ, ബാക്കി ഞാൻ നോക്കിക്കോളാം കേട്ടാ. ഓ അങ്ങനെ ആവട്ടെ. അളിയന്റെ കല്ലിന്ന് ഞാൻ പൊളിക്കും. ഇവിടെ ആരാ കുടിയനെ ആരാ ഡീസൻ്റ് എന്ന് ഇന്നറിയാം. നമ്മളറിയാണ്ട് വല്ല സ്കോച്ച് വിസ്കിയും കാറി പോയി എന്ന് വിളിച്ചടിക്കണ്ടെങ്കിലാ. ഇഷ്ടപ്പന്ത തീരാത്ത പട്ടാരം. അടുക്കളയിലേറ്റുണ്ടല്ല. People in the middle or the alley wanna bump and everybody who just paid and people snuck up in the trunk. For the people in the middle or the alley wanna bump and everybody who just paid and people snuck up in the trunk. ഇയാളും തച്ചാർത്ത പാഷനായിട്ട് കഴിക്കണേ. കണ്ടിട്ട് എന്താണ്ടൂല്ലേ? ഇത് ശരിക്കും മറ്റൊരു ശക്തി തന്നെയാണ്. വേണ്ട, എനിക്കെൻ്റെ മനസ്സാക്ഷിയിലേക്ക് ഒന്ന് ബോധിപ്പിക്കണം. ചേച്ചി വിളിച്ചൊന്ന് കാണിച്ചു കൊടുക്കാം. കുപ്പിയിലെ തീരാനായിട്ട് കഴിച്ചേട്ടാ. ചേച്ചി എപ്പോഴും പൂട്ടിയാ, ചിലപ്പോൾ അടിച്ച് പുറത്താക്കിയതായിരിക്കും. അപ്പ അവിടെ ആരാണ്? നിനക്കെന്താ പറ്റിയേ? South, you know it's kinda hasty. The east and west and north and south, you know it's kinda hasty. The east and west and north and south, you know it's kinda hasty. The east and west and north and south, kinda hasty. It's on you.
it's on you. Baby, it's on you. People in the middle of the alley wanna bump and everybody who just paid and people snuck up in the trunk. For the people in the middle of the alley wanna bump and everybody who just paid and people snuck up in the trunk. For the people in the middle of the alley wanna bump and everybody who just paid and people snuck up in the trunk.